മകരമാസം 21-ാം തീയതി, മകരമാസം 9-ാം തീയതി എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്നും പതിവ് പോലെ നല്ലൊരു ദിവസം നമുക്ക് നൽകിയ ജഗദീശ്വരനെ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ താരമാമിത്. അതെ, ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത നല്ലൊരു നാള് നമ്മുടെ മലയാളിക്ക് മാത്രം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ലാതെ ഇന്നൊരു ദിവസം നല്ല ശുഭാരംഭത്തിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നും പതിവ് പോലെ നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങളിൽ ആ ഈശ്വരൻ കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സൂം പ്രോഗ്രാമിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇത്രയും കാലം ചെയ്ത ഒരു ടോപ്പിക് അല്ല ഇന്നത്തെ സൂമിന്റെ ടോപ്പിക്. അത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഗ്രേറ്റ് ലീഡറോടെയുള്ള പ്രസന്റർ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാം കണ്ടവർക്കെല്ലാം തന്നെ ആ ഒരു പ്രോഗ്രാം വളരെയേറെ ഇൻസ്പിറേഷൻ ആയിരുന്നു. അദ്ദേഹത്തിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സൂം സെഷൻ അദ്ദേഹം നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, അടുത്ത ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിലേക്ക് നമ്മൾ ചുവടുവയ്ക്കുകയാണ്. ആ പ്രോഗ്രാം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യനായ ആൾ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സൂമിൽ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നത്. നമുക്കറിയാം, 2 days ട്രെയിനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. കുറച്ചുകൂടെ പറഞ്ഞാൽ അതിന്റെ ആർട്ടിഫിഷ്യൽ നെയിം എന്ന് പറഞ്ഞാൽ RTP, അതായത് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ നടന്നിരിക്കുകയാണ്. ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പ്രോഗ്രാമിലൂടെ ഒരു ലീഡർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ എന്താണ്? വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് ഇന്ന് നമ്മളുമായി സംവദിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ കൂടിയായ തൃശ്ശൂർ സ്വദേശി പ്രിയപ്പെട്ട സുരേഷ് സാറാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജയമോൻ എന്നാണ്. കോട്ടയം സ്വദേശിയാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. കഴിഞ്ഞ 3 വർഷമായി നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊജക്ട് ആവേശപൂർവ്വം ഏറ്റെടുത്ത് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ RTP, ഇമ്പോർട്ടൻസ് ഓഫ് RTP പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രേറ്റ് ലീഡറായ പ്രിയപ്പെട്ട സുരേഷ് സാറിനെ ഏറ്റവും ആദരപൂർവ്വം എല്ലാവരുടെയും അനുഭവത്തോടെയും ക്ഷണിക്കുകയാണ്. സാർ, ഗുഡ് മോർണിംഗ് ഓൾ. താങ്ക് യു ജയമോൻ സാർ. ഇന്ന് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഈ ആഴ്ചയിൽ ഞാൻ 2ാമത്തെ തവണയാണ്. ഓക്കെ, ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാമുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് RTP. നമ്മൾ ഈ 24-25 തീയതികളിൽ നടക്കുന്ന RTPയുമായി ബന്ധപ്പെട്ട്, ടുഡേയ്സ് ട്രെയിനിങ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. കാരണം ഇന്ന് ഈ ബയോട്ടോയ് എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തില്, നമ്മുടെ കേരളത്തിലെ ടീമില് നമ്മൾ ഒന്ന് കണ്ണോടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഒരുപാട് ആളുകൾ 99.9% ആളുകളും ഉൽപ്പന്നത്തെ അതീവമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ദൈവത്തെ പോലെ കാണുന്ന ആളുകളാണ്. അത്രമാത്രം റിസൾട്ട് കിട്ടിയ, അവർക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി, കൊടുത്ത് റിസൾട്ട് കിട്ടിയ വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന പ്രസ്ഥാനം ആരോഗ്യം മാത്രമല്ല, വരുമാനത്തിലുള്ള വലിയ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. വരുമാനത്തിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ അത് എത്ര കണ്ട് നമ്മൾ ശരിയായി ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ വ്യക്തിത്വങ്ങൾ മാത്രമാണ് അതിലേക്ക് ഒരു ഫോക്കസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ മേഖല കൂടി, അതായത് ആരോഗ്യവും അതോടൊപ്പം തന്നെ വരുമാനം, ഇന്ന് ഏവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ആരെ കാണുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, ഭയങ്കര ടൈറ്റാണ്, കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത്. എല്ലാവരും ഒരുപോലെ നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് ഏകദേശം
7ഓളം വ്യക്തികളെ കണ്ടു. 7 പേരും ഈ അഭിപ്രായം തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് കച്ചവടം നടത്തുന്ന ചെറിയ ഷോപ്പുകൾ നടത്തുന്ന വ്യക്തികളെല്ലാം തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൽ ഇവിടെ കോടികൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന, മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന, ദിവസത്തിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസരം കമ്പനി നമുക്കായി തുറന്നു വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യം, അതിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നതിനെ കുറിച്ച് നമ്മൾ പല ആളുകളും വളരെ ഗൗരവമായിട്ട് എടുക്കാറില്ല. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒരു സെയിൽസ് ക്ലോസ് ചെയ്തു, ഒരു ബിസിനസ് നമുക്ക് കിട്ടി, അത് 1-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി കിട്ടിയാൽ ഇനി ഈ മാസം 10ഓ 15ഓ അല്ലെങ്കിൽ 20ഓ 25ഓ ആകുമ്പോഴേക്കും അപ്പുറത്ത് ഒരു സെയിലും കൂടി എടുത്ത് എങ്ങനെയെങ്കിലും ഒരു ഫാമിലി ബോണസ് അടിക്കുക. ഒരു 6820 അപ്പുറം വലിയ ചിന്തകൾ നമ്മളുടെ ഇടയിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ അപ്പുറത്താണ് നമ്മൾ സാധ്യതയുള്ളത്. ആ സാധ്യതയെ നമുക്ക് ഉപയോഗപ്പെടുത്തും. തീർച്ചയായിട്ടും ആ സാധ്യതയെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബിസിനസ്സുകാരനായി മാറണമെങ്കിൽ, ഒരു ബിസിനസ്സുകാരന്റെ മോഡിലേക്ക് നമ്മൾ മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ വരെ ചെയ്ത പ്രവർത്തികളുടെ ഫലമാണ്. നാളെ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും. ഇന്നലെ വരെ നമ്മുടെ ഉള്ളിലുള്ള തീരുമാനങ്ങള്, നമ്മൾ ഉള്ളിലുള്ള കഴിവുകള്, നമ്മുടെ സ്കിൽസ്, ഇതൊക്കെയാണ് നമുക്ക് നാളേക്ക് നമ്മളുടെ നേട്ടങ്ങളായിട്ട് മാറും. തീർച്ചയായിട്ടും ഇവിടെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ എങ്ങനെ ഒരു ലക്ഷങ്ങളും അല്ലെങ്കിൽ കോടികൾ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ്. കോടികൾ ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അതിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചാണ്. ഒരു വീട്ടമ്മ, ഒരു ഭാര്യ, ഒരു രക്ഷിതാവ്, ഒരു ഓട്ടോ തൊഴിലാളി, ഒരു പിയു, ഒരു ടീച്ചർ, ഒരു ചെറിയ കൊച്ചു കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി, ഇങ്ങനെയുള്ള ഏത് വ്യക്തി ആയിക്കോട്ടെ, ആ സാധാരണക്കാരായ നമ്മൾ ഓരോ വ്യക്തികളെയും ആ കോടീശ്വര പദവിയിലേക്ക് അല്ലെങ്കിൽ ആ കോടീശ്വര പദവിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അവിടെ ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാറേണ്ടത്, നമ്മൾ മാറ്റേണ്ടത് നമ്മളുടെ ആ മൈൻഡ് സെറ്റാണ്. നമ്മൾ ഇത്രയും കാലം ഒരു ഉപഭോക്താവിന്റെ മൈൻഡ് സെറ്റാണ്, കൺസ്യൂമറിന്റെ മൈൻഡ് സെറ്റാണ്. ആ കൺസ്യൂമറിന്റെ മൈൻഡ് സെറ്റിൽ നിന്നും ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റിലേക്ക്, ഒരു അമ്മയുടെ മൈൻഡ് സെറ്റിൽ നിന്നും ഒരു ബിസിനസ്സുകാരുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ നടക്കണം. എങ്കിൽ മാത്രമേ ആ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ ആ കോടിപതിയിലേക്ക് അല്ലെങ്കിൽ കോടീശ്വര പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതിന് നമ്മളെ എങ്ങനെ നമ്മളെ ഒരുക്കാം, ഇത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയാണ് ട്രെയിനിങ്ങുകളുടെ പ്രോബ്ലം ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ആ ട്രെയിനിങ്ങുകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെയാണ്. എന്തിനാണ് ട്രെയിനിങ്? ആരുടെ മൈക്ക് അൺമ്യൂട്ട് ആണ്, ശ്രദ്ധി. ഓൾ അൺമ്യൂട്ട് ചെയ്യൂ സാറേ. സോറി, ഓക്കെ. അപ്പൊ നമ്മള് ആ സാധാരണക്കാരന്റെ മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മളെ ഒരു കോടീശ്വരന്റെ മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കണം. ഇത് എങ്ങനെ സംഭവിക്കും? ഇത് സംഭവിക്കപ്പെടുന്നത് നിരന്തരമായ ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. നമ്മൾ നിരന്തരം കേൾക്കുന്നത്, നിരന്തരം കാണുന്നത്, നിരന്തരം അനുഭവിക്കുന്നത്, ഇതാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇന്നലെ വരെയുള്ള നമ്മുടെ പ്രവർത്തികൾ, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ വരെ കണ്ടത്, ഇന്നലെ വരെ കേട്ട കാര്യങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സിലുള്ളത്. അനുസരിച്ചുള്ള, അതിനാനുപാതികമായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്? നീ തോറ്റവനാണ്, നീ കഴിവില്ലാത്തവനാണ്, നിനക്ക് ഇത്രയൊക്കെ ആവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള പരാജയത്തിന്റെ, തോൽവിയുടെ, കഴിവുറവിന്റെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഇന്ന് ഇപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ മാറണം നമ്മൾ. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ്ങുകൾ തന്നെ പല രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, NDO, 1 ഡേ പ്രോഗ്രാം, അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മൈൻഡ് ചേഞ്ച്, നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുന്ന, നമ്മുടെ മെന്റൽ ബ്ലോക്കും മൈൻഡ് ബ്ലോക്കും, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, മെന്റൽ ബ്ലോക്കും മൈൻഡ് ബ്ലോക്കും മാറ്റിക്കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഉള്ളതെങ്കിൽ, അതിനുവേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, നിങ്ങളെ അതിലേക്ക് എത്തിക്കാവുന്ന, അതിലേക്ക് ഫോക്കസ് ചെയ്യിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാമാണ് ടുഡേയ്സ് ട്രെയിനിങ് ക്യാമ്പ്. എന്തുകൊണ്ടാണ് ടുഡേയ്സ് ട്രെയിനിങ് ക്യാമ്പ് അങ്ങനെ നിങ്ങളെ മാറ്റിമറിക്കുമെന്ന് പറയാനുള്ള കാരണം, നമ്മൾ തുടർച്ചയായി 2 ദിവസം അവിടെ ഒരുമിച്ചിട്ട്, സാധാരണ നമ്മളൊരു ഹാഫ് ഡേ ട്രെയിനിങ്ങിന് വരുമ്പോൾ തന്നെ നമ്മൾ 11 മണിയായി. ഒരുപാട് വീട്ടിലെ പ്രശ്നങ്ങളും ഒരുപാട് അന്നത്തെ ദൈനംദിന കാര്യങ്ങളും തലയിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്. അവിടെ വന്നിരുന്നാൽ പോലും മൈൻഡ് ഫുള്ളായിട്ട് അവിടെ ഉണ്ടാവില്ല. വന്നിരിക്കുമ്പോഴേക്കും നമുക്ക് അപ്പോഴേക്കും പുറത്തേക്ക് പോകണം, സമയമായി. അപ്പോഴേക്കും നമ്മൾ വാച്ച് നോക്കി തുടങ്ങും. അവിടെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ശരിയായ വിധത്തിൽ സ്റ്റോർ ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മൾ മീറ്റിംഗ് ഹാളിൽ ഉള്ളത്. ടുഡേയ്സ് ക്യാമ്പിന്റെ പ്രത്യേകത എന്താണ്? അടുത്ത രാവിലെ, അതായത് ചൊവ്വാഴ്ച മുതൽ രാവിലെ മുതൽ നമ്മൾ അവിടെ ഒത്തുചേരുക. ബുധനാഴ്ച വൈകിട്ട് വരെ 4:30 വരെ നമ്മൾ അവിടെയുണ്ട്. തുടർച്ചയായ 2 ദിവസം നമ്മൾ കാണുന്നത് ഫുൾ പോസിറ്റീവ്, കേൾക്കുന്നത് വിജയമന്ത്രങ്ങൾ മാത്രം, നമ്മൾ അനുഭവിക്കുന്നത് ഹാപ്പിനെസ്, അച്ചീവ്മെന്റ്, പോസിറ്റീവായ ചിന്തകൾ. ഇതാണ് നമ്മൾ അവിടെ അനുഭവിക്കുന്നത്. ഒരു കൂട്ടായ്മ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടായ്മയുടെ ഭാഗമായി മാറുകയാണ്. എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുന്നു, പോസിറ്റീവായ ആളുകളെ കാണുന്നു. ഇതിൽ നിന്ന് അച്ചീവ്മെന്റ് നേടിയ വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്നു. വ്യത്യസ്തമായ അവരുടെ വഴികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ സാധാരണ പറയാറുണ്ട്, 3 ബുദ്ധിമാന്മാരുടെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ 4ാമത്തെ ബുദ്ധിമാൻ നിങ്ങളായി തീരും. 3 മണ്ടന്മാരുടെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ ഒരു തർക്കം വേണ്ട, 4ാമത്തെ മണ്ടൻ നിങ്ങളായി തീരും. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 100ഓ 120ഓ 140ഓ പോസിറ്റീവായി ചിന്തിക്കുന്ന മനോജ് സാറെ പോലെ, ഡാനി സാറെ പോലെ, ഇതിൽ നിന്ന് കോടികൾ വാങ്ങിയ ആളുകളുടെ കൂടെ നമ്മൾ ആ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക് ആ കോടീശ്വരന്റെ പദവിയിലേക്ക് നമ്മുടെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങും. അവിടെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് അവിടെ ചേഞ്ച് ആവുന്നത്. ഇന്നലെ വരെ എന്നെ കൊണ്ട് സാധ്യമല്ല എന്നും പറഞ്ഞിരിക്കുന്ന, എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ശ്രമിക്കാം, നാളെ ഞാൻ ചെയ്തിരിക്കും, മാറിയിരിക്കും. അങ്ങനെ ആ മാറ്റം നിങ്ങളിൽ വരും. ടുഡേയ്സ് ട്രെയിനിങ് ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ പുതുക്കിപ്പണിയാൻ സാധിക്കുന്നുള്ളതാണ്. ടുഡേയ്സ് ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം, അത് തീരുമാനങ്ങൾ എടുക്കാനുള്ള വേദിയാണ്. ഡിസിഷൻ. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒട്ടുമിക്ക ലീഡേഴ്സും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ എടുത്തിരിക്കുന്നത് ടുഡേ ക്യാമ്പുകൾ വെച്ചാണ്. അവർ അച്ചീവ്മെന്റിനെ കുറിച്ച്, എന്ന് ഞാൻ ഇന്ന കാര്യം നേടും, എന്ന് തായ്ലൻഡ് അച്ചീവ്മെന്റ് നേടും, എന്ന് ഞാൻ 50 lakh ക്ലബിൽ വരും,
അങ്ങനെയുള്ള നമ്മുടേതായ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ലൈഫുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് ടുഡേ ക്യാമ്പിൽ വെച്ചിട്ടാണ്. എന്റെ വ്യക്തിപരമായ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവത്തില് ഞാൻ ഫുൾ ടൈമായി ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ടുഡേ ക്യാമ്പിൽ വെച്ചിട്ടാണ്. ഞാൻ ഡയറക്ട് സെല്ലിങ്ങിലൂടെ നമ്മൾ കമ്മിറ്റഡ് ആയി പ്രവർത്തിച്ചാൽ ഈ ബിസിനസ് നമുക്ക് എന്തു തരും. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഒരു വ്യക്തി ഒറ്റയ്ക്ക് 50 കൊല്ലം പണിയെടുത്താൽ കിട്ടുന്ന എന്തോ അത് ഇവിടുന്ന് വെറും 5 വർഷം കൊണ്ട് വളരെ ഈസിയായി നേടാൻ പറ്റും. ഇവിടെ നമുക്ക് സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, അതിനേക്കാൾ അപ്പുറത്ത് സംതൃപ്തി ഉണ്ടാവും. നമ്മളിവിടെ ആരോഗ്യമാണ് പ്രദാനം ചെയ്യുന്നത്, സമ്പത്താണ് പ്രദാനം ചെയ്യുന്നത്, അബണ്ടൻസ് സമൃദ്ധി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഇത്രയും നല്ലൊരു മേഖലയുടെ ഏറ്റവും നല്ല അവസരത്തിന്റെ ഭാഗമാണ് ഞാനെന്നുള്ള ബോധ്യം നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ബിസിനസിന് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ ഏറ്റവും മികച്ച ആളുകളെ കാണാനും ശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാണാൻ പഠിക്കുന്ന പല ആളുകളെ നിങ്ങളുടെ ലിസ്റ്റിലുള്ള തന്നെ അല്ലെങ്കിൽ ലിസ്റ്റിൽ വരാത്ത പല ആളുകളും ഈ ക്യാമ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിലേക്ക് കൊണ്ടുവരികയും അവരെ പോയി കാണുകയും ചെയ്യും. അതിന്റെ കോൺഫിഡൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അവിടെ ആ ഒരു ടുഡേ ക്യാമ്പ് കഴിയുന്നതോടുകൂടി നമ്മൾ ഓരോ വ്യക്തികളും അടുത്ത ലെവലിലേക്ക് മാറിയിട്ടുണ്ടാവും. 100%. നമ്മുടെ ബിസിനസ്സിൽ വലിയ വർധനമുണ്ടാവും. കേരള ഇബയോ ടൂറിംഗ് കമ്മിറ്റി അടിമുടി മാറും. 2026 നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം. ഞാൻ വളരെ ആവേശഭരിതനാണ്. അതിനായിട്ട് ഒരു കാത്തിരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടുഡേ ക്യാമ്പ് നമ്മളെ കേരള ഇബയോ ടൂറിയത്തിലെ ശക്തമായ നിലയിലേക്ക് മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാക്കും. അത്തരത്തിലുള്ള ഒട്ടനവധി മാറ്റങ്ങളാണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ബിസിനസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അറിവൊന്നും വേണ്ട, പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. എന്ന് വരെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും നമുക്ക് ഈ ബയോടോറിയത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ആവും. അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ വേണ്ട. എന്നാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒരു കോടീശ്വര പദവിയിലേക്ക് എത്തണമെങ്കിൽ ഈ ബിസിനസിൻ്റെതായ ഒട്ടനവധി കഴിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോ നമ്മുടെ എക്സ്പീരിയൻസ് 0 ആയിരിക്കാം, അറിവ് 0 ആയിരിക്കാം, സ്കില്ല് 0 ആയിരിക്കാം. ഇനി നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് എവിടെ നിന്ന് കിട്ടും? എങ്ങനെ പറ്റും? സൂപ്പർ മാർക്കറ്റിൽ പോയി 5 കിലോ കഴിവ് വാങ്ങാൻ നമുക്ക് സാധ്യമല്ല. ഡയറക്ട് സെല്ലിങ്ങിന്റെ ലീഡർഷിപ്പ് പഠിപ്പിക്കുന്ന കോഴ്സുകളോ ഒന്നും നമ്മൾ ഈ പറയുന്ന കോളേജുകളോ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ഇത് കിട്ടാനുള്ള ഏക മാർഗം, ഫസ്റ്റ് ചാൻസ് നിങ്ങളുടെ അപ്ലയൻസ്, നിങ്ങളുടെ സ്പോൺസർ, നിങ്ങളുടെ മെന്ററാണ്, നിങ്ങളുടെ ടീമാണ്. നമ്മുടെ ടീം നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. വ്യത്യസ്തമായ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമ്മൾ നിരന്തരം പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ വിജയിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. അവിടെ ഓരോ വ്യക്തികളും വലിയൊരു മാറ്റം ഉണ്ടാവും. ടുഡേ ക്യാമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൈൻഡ് സെറ്റിനെ ഞാൻ വീണ്ടും അതിലേക്കാണ് പറയുന്നത്. കാരണം ഒരു സാധാരണക്കാരന്റെ മൈൻഡ് സെറ്റ് വെച്ച്, ഒരു വീട്ടമ്മയുടെ മൈൻഡ് സെറ്റ് വെച്ച് നമുക്ക് ഈ ബിസിനസ്സിൽ കോടീശ്വരാവാൻ സാധ്യമല്ല. ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഉയരണം. അതിന് ഉതകുന്ന അറിവുകൾ നമുക്ക് ഉണ്ടാവണം. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ഇപ്പൊ പല ആളുകളും നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ ഈ ബയോടോറിയത്തിനെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് രോഗനിവാരണം എന്ന് പറയുന്ന, ആരോഗ്യ പരിപാലനം എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതിനേക്കാൾ വലിയ അപ്പുറത്തുള്ള വരുമാന മാർഗത്തെ കുറിച്ചോ, കടബാധ്യതകൾ തീർക്കുന്നതിനെ കുറിച്ചോ, സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചോ, ഇന്റർനാഷണൽ യാത്രകൾ ചെയ്യുന്നതിനെ കുറിച്ചോ നമ്മൾ ആ ഭാഗം നമ്മൾ സംസാരിക്കുന്ന ആളോട് ചൂണ്ടിക്കാണിക്കാറില്ല. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളോട് പരാതി പറയും, എനിക്ക് ടീമില്ല, എന്റെ കൂടെയുള്ള ആരും വർക്ക് ചെയ്യുന്നില്ല.
ഞാൻ പോലും വർക്ക് ചെയ്യുന്നില്ല പലപ്പോഴും, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടീം ഉണ്ടാവണമെങ്കിൽ ആ ടീം ഉണ്ടാക്കാനുള്ള ചേരുവകൾ നമുക്കറിയണം. ആ ടീം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അത്തരം കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോ ഒരു പുതിയ ഒരു ഡ്രസ്സ് തയ്ക്കുകയാണെന്ന് വിചാരിക്കും. 1 മീറ്റർ തുണിക്ക് 10,000 രൂപയാണ്. ആ 10,000 രൂപയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കത് അനുയോജ്യമായ ഡ്രസ്സായിട്ട് മാറില്ല മീറ്ററിന്. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ, കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അപ്പോഴേ നമ്മുടെ ശരീരത്തിനങ്ങുന്ന ഷർട്ടായിക്കോട്ടെ, ചുരിദാറായിക്കോട്ടെ, പാൻ്റായിക്കോട്ടെ, അത് അങ്ങനെയായി മാറും. ആ കട്ട് ചെയ്ത് കളയുന്ന സ്ഥലമാണ് ടുഡേ ക്യാമ്പ്. നിങ്ങളിൽ നിന്ന് എന്ത് മുറിച്ചു മാറ്റും, അതോടൊപ്പം ബട്ടൺസുകൾ തുന്നിച്ചേർക്കുന്ന പോലെ നിങ്ങളിൽ എന്ത് തുന്നിച്ചേർക്കണം, ആ പ്രോസസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ടുഡേ ക്യാമ്പ്. സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയൊരു ടീം ഉണ്ടാവും, വലിയ ടീം, ശക്തമായ ടീം നമുക്കുണ്ടാവും. ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കുന്ന, നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ വളരണം വളരണം വളരണം, മാറണം മാറണം മാറണം, അതിന് എന്നെ മാറ്റണം മാറ്റണം മാറ്റണം, ഞാൻ മാറിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു മെസ്സേജ്, അതിന് വേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. എത്രയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും ഇന്നും പല ആളുകളുടെയും പ്രശ്നം 2,000 രൂപയാണ്. യാത്രാ ചെലവ്, 2 ദിവസം മാറി നിൽക്കണം. സുഹൃത്തുക്കളെ, ഈ 2,000 രൂപ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ടുഡേസ് ട്രെയിനിങ് ക്യാമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ 2 കോടി ആൻ ചെയ്യാനുള്ള അറിവും കഴിവുമായിട്ടായിരിക്കും നിങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വരും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഏകദേശം രജിസ്ട്രേഷൻ ഫില്ലായി കഴിഞ്ഞു എന്നാണ് എന്റെ അറിവ്. നിങ്ങളുടെ ടീമിലെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യും. നിർബന്ധമായും ആ ക്യാമ്പിൽ അവരെ പങ്കെടുപ്പിക്കുക. നിങ്ങൾ പങ്കെടുക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീനിയർ സൈഡിൽ നിന്നും വിന്നർ സൈഡിൽ നിന്നും അവിടെ ആളുകൾ ഉണ്ടായിരിക്കും. നമ്മളൊരു ടീമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ടീമായിട്ട് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടണം. കേരള ഈ ബയോടൂറിയത്തിന് ഒരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ സാധാരണ KSRTC ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. ആ 19 പേര് വിവിധ സീറ്റുകളിൽ ഇരിക്കുന്നു. 50 പേരുടെയും ചിന്തകൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ 50 ലക്ഷ്യങ്ങളുമായിട്ടാണ് ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതൊരു ടീമല്ല, അത് ഒരു ആൾക്കൂട്ടം മാത്രമാണ്. 50 പേർക്ക് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ്, വ്യത്യസ്തമായ ചിന്തകളാണ്, വ്യത്യസ്ത സ്ഥലത്ത് ഇറങ്ങി പോകുന്ന ആളുകളാണ് അവർ. അതേസമയം നമ്മൾ ഈ ബയോട്ടോറിയത്തില് 100 150 പേര് ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരു 50 പേര് ഒരുമിച്ച് നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ വിചാരിക്കും. എവിടെ നിന്ന്? ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക്. അത് കൃത്യമായ ഒരു ഫോക്കസ് ഉണ്ട്. നമ്മൾ ആ വണ്ടിയിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ചിന്ത ഒരേ ലക്ഷ്യത്തിലേക്കാണ്. ടുഡേ ക്യാമ്പിൽ സംഭവിക്കുന്ന കാര്യം അതാണ്. ആ വാഹനം, നമ്മൾ നടക്കുന്ന കേരള ഈ ബയോടൂറിയത്തിലെ വാഹനം ഒരേ ലക്ഷ്യത്തിലേക്ക്, ഒരേ ഫോക്കസിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കും. അപ്പൊ ഒരു ടീമായിട്ട് മാറുക, ആൾക്കൂട്ടത്തെ ടീമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ടുഡേ ക്യാമ്പിൽ നടക്കുന്നത്. ഈ 2,000 രൂപ അത് ഉണ്ടാക്കിയേ തീരൂ, കണ്ടെത്തിയേ തീരൂ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് 2,000 രൂപ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഈ കോടീശ്വരനും കോടീശ്വരിയായിട്ട് മാറും? 2 പെറി വിറ്റാ പോരെ, 2 അൾട്രാ പെറി. ഒരു മാസം മുമ്പ് അനൗൺസ് ചെയ്തതാണ് നമ്മൾ. ഈ ദിവസങ്ങൾക്കുള്ളിൽ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്തുകൊണ്ട് ആ ടുഡേ ക്യാമ്പിന് വരാലോ. പണം സത്യത്തിൽ പ്രശ്നമല്ല, നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് പ്രശ്നം. ഇതിന് 2,000 രൂപ മുടക്കേണ്ടതുണ്ടോ എന്നുള്ള ചിന്തയാണ്. കാരണം ഇതിന് ട്രെയിനിങ്ങിന് വിളിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഞാൻ ഇതിൽ സീരിയസ് ആവുന്ന സാഹചര്യത്തിൽ എനിക്കും
ആദ്യത്തെ ഞാൻ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഒട്ടും ഇഷ്ടമില്ലാതെയാണ്. സത്യത്തിൽ എന്നെ കെട്ടി വലിച്ച് എന്റെ അപ്ലയം കൊണ്ടുപോയതാണ്. അവിടെ പോയിക്കപ്പോഴാണ് എന്റെ മൈൻഡ് സെറ്റ് മാറിയത്, എന്നെ കൊണ്ടത് കഴിയുന്നത് ഞാൻ തീരുമാനം എടുത്തത്. അവിടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന വ്യവസായത്തെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഓട്ടോമാറ്റിക് അതിന്റെ ഭാഗമായി മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ കഴിവുള്ള ഒരു പറ്റം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ കണ്ടെത്തലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ. നിങ്ങളെ കോടീശ്വരനാക്കുന്ന വ്യക്തി നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവരുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ അടുത്തേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ആ മാനസികമായ വളർച്ചയിലേക്ക് ഞാനും നിങ്ങൾ എത്തണം. ഇപ്പൊ ഇന്ന് നിങ്ങൾ ഒരാളെ കാണുന്നു, പുതിയൊരാളെ കാണുന്നു, അവരോട് സംസാരിക്കുന്ന രീതിയുണ്ട്. ടുഡേ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ ഒരാളെ കാണുന്നു, അപ്പോൾ സംസാരിക്കുന്ന രീതിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും നിങ്ങളുടെ വാക്കുകൾക്കും ഒരു ബലം ഉണ്ടാവും, ഒരു ധൈര്യം ഉണ്ടാവും. നമ്മൾ പറയുന്നത് നമ്മളുടെ ആ ഫീലിംഗ് കൂടിയാണ്. അത് ആളുകളിലേക്ക് കൃത്യമായി എത്തണമെങ്കിൽ അതിനുള്ള ഒരു ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു തയ്യാറെടുപ്പ് വളരെ ആവശ്യമാണ്. അപ്പൊ നമ്മളെല്ലാവരും ടുഡേ ക്യാമ്പിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പുതിയ ആളുകൾ എല്ലാവരും തന്നെ ചില ആളുകൾ ഡ്രസ്സുകൾ എടുക്കുന്നു. ഇനി അവിടെ വന്ന് ആദ്യമായി നാണിച്ച് ഇൻസർട്ട് ചെയ്യുന്ന ആളുകൾ, അതായത് ജീവിതത്തിൽ ഇന്നുവരെ ഇൻസർട്ട് ചെയ്തിട്ടില്ല, കയ്യിൽ കൊണ്ടിട്ട് നടന്ന ആളാണ്. ആദ്യമായി പാൻറ് ഇടുന്ന ആളുകളൊക്കെ ഉണ്ടാവാം, ആദ്യമായി ടൈ കിട്ടുന്ന ആളുകൾ ഉണ്ടാവാം, ആദ്യമായി സൂട്ട് ധരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു ചേഞ്ച് നമുക്ക് അവിടെ പ്രകടമാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തില് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് 24, 25. 24-ാം തീയതി മോർണിംഗിൽ നമ്മൾ 10 മണിക്ക് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ഗേറ്റ് ലീഡർ നമ്മുടെ മെന്റർ മനോജ് സാർ നിർവഹിക്കും. കേരളത്തിലെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വ്യത്യസ്തരായ ലീഡേഴ്സ് ആ വേദിയിൽ ഉണ്ടാവും. തുടർന്ന് നമ്മുടെ ഡാനി സാർ ഒരു സെഷനോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച്, മർമ്മപ്രധാനമായ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, ഈ ഇൻഡസ്ട്രിയുടെ വലിപ്പം എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നതിനെ കുറിച്ച്, ഇതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികൾ, ഇതിനെ കുറിച്ച് വിശദമായുള്ള ഒരു സെഷനാണ് ആദ്യത്തേത്. അത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ ലഞ്ചിന് പിരിയുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മുടെ വിനോദ് സാർ, കുമ്പളങ്ങി വിനോദ് സാറുടെ സെഷനാണ്. ഗോൾ സെറ്റിംഗ്, ഡ്രീം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സെഷനാണ്. അതിനുശേഷം ടീ ബ്രേക്ക്, നമ്മളുടെ ടീം ബിൽഡിംഗ് എന്ന് പറയുന്ന സെഷൻ തുടങ്ങി വയ്ക്കും. അതിനിടയിൽ വ്യത്യസ്തരായ നമ്മുടെ ലീഡേഴ്സ് പലരും സംസാരിക്കുന്നുണ്ടാവും. ഈവനിങ്ങിൽ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ കമ്പനി MD ഡോക്ടർ സാഗർ ജോഷി സാർ ഓൺലൈനിൽ വലിയ സ്ക്രീനിൽ, അവിടെ ഡിജിറ്റൽ സ്ക്രീൻ ഉണ്ട്, വലിയ സ്ക്രീനിൽ നമുക്ക് അദ്ദേഹമായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം നമ്മളോട് സ്പീച്ച് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം ഡിന്നറാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമാണ്. വരുന്ന എല്ലാവരെയും ടീമായി തിരിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെയുള്ള ഒരു പ്രോഗ്രാം ടീമായി അവതരിപ്പിക്കുന്നു. അങ്ങനെ ആ മത്സരിക്കുന്ന 10 ടീമുകളിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് നമ്മൾ അവരെ ആദരിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം മോർണിംഗ് സെഷൻ, യോഗ, അങ്ങനെ വ്യത്യസ്തമായ സെഷനുകളിലൂടെ നമ്മുടെ പ്രോഗ്രാം പുരോഗമിക്കും. ക്ലോസിംഗ് സെഷൻ നമ്മുടെ മനോജ് സാറാണ് കൈകാര്യം ചെയ്തത്. ബെസ്റ്റ് ഡ്രസ് കോഡ്, ബെസ്റ്റ് പെർഫോമർ, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓരോ സെഷൻ തുടങ്ങുമ്പോഴും നറുക്കെടുപ്പ് നടത്തി നമ്മൾ ഓരോ വ്യക്തികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടാവും.
അങ്ങനെ വളരെ രസകരമായ രീതിയിൽ ആട്ടവും പാട്ടവും ഡാൻസും അറിവും അതോടൊപ്പം ഹാപ്പിനെസ്സും അതോടൊപ്പം സന്തോഷവും സമാധാനവും. കാരണം പല ആളുകളും 24 മണിക്കൂറും ഓടിച്ചാടി നടക്കുന്ന വ്യക്തികളാണ്. ഏറ്റവും സമാധാനപരമായി മറ്റൊരു ചിന്തകളും ഇല്ലാതെ 2 ദിവസം നമ്മുടെ മനസ്സിനെ ഫുള്ളായിട്ട് അവിടെ ഫോക്കസ് ചെയ്യാം. ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ടുഡേ ക്യാമ്പ് നിങ്ങളുടെ 2026 ഈ ബയോട്ടോറിയത്തിൽ അച്ചീവ്മെന്റിനെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. നിങ്ങളുടെ ടീമിൽ എത്ര പേരെ അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ എന്നത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയി കണ്ട്, ഇനി അവരുടെ വീട്ടുകാരുടെ അനുവാദം വേണമെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, ഒരു ദിവസം മാറി നിൽക്കേണ്ട കാര്യത്തിലൊക്കെ, കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ കൃത്യമായി അപ്ലയൻസ് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. പെർമിഷൻ എടുക്കേണ്ടവരെ പെർമിഷൻ എടുക്കണം. ഈ വണ്ടികൾ ഏൽപ്പിക്കാത്ത ആളുകൾ വണ്ടികൾ ഏൽപ്പിക്കണം. ടിക്കറ്റ് ട്രെയിൻ ആണെങ്കിൽ ഏത് മാർഗമാണെങ്കിലും അവിടെ കൃത്യം സമയത്തിന് എത്തിച്ചേരാൻ ശ്രദ്ധിക്കണം. ഇനി ദീർഘ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ തലേദിവസം വന്നാലും അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. അപ്പൊ അകലെ നിന്നുള്ള ആളുകൾ നേരെ വൈകും എന്നാണെങ്കിൽ എങ്കിൽ തലേദിവസം വരുന്നതായിരിക്കും ഉത്തമം. അതിനുള്ള സൗകര്യം നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ 2026 നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ കരുതിയാൽ മതി ഓരോ വ്യക്തികളും. 2026 നമ്മൾ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ കമ്പനി അതിനനുസരിച്ചുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞു. ഒട്ടേറെ കാര്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റം വേണം നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമ്മൾ ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലമാണ് കമ്പനി നമുക്ക് തന്നത്. ഒരു ദിവസം 44 ലക്ഷം രൂപ, ഒരു കൊല്ലം 160 കോടി രൂപ. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് എത്തണം. ആ 160 കോടി രൂപ ഒരു വർഷം നിങ്ങൾ വാങ്ങുന്ന ആ വർഷം ഏതായിരിക്കും? അപ്പൊ 160 കോടി രൂപ നമ്മൾ വാങ്ങണമെങ്കിൽ ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോ അതിന് വേണ്ട ഒരു പ്ലാനും പദ്ധതി നമ്മൾ തയ്യാറാക്കേണ്ടത്. 1 ലക്ഷം പേരടങ്ങുന്ന ഒരു ടീമിനെ ഏറ്റവും കുറഞ്ഞത് നമ്മൾ വാർത്തെടുക്കണം. ഒരു ദിവസം കൊണ്ടല്ല, ഒരു വർഷം കൊണ്ടല്ല, ചിലപ്പോ 5 വർഷം എടുക്കാം, ചിലപ്പോ 10 വർഷം എടുക്കാം, എന്നും ആയിക്കോട്ടെ. അങ്ങനെ നമ്മളുടെ ആ ടീം വലുതാവുമ്പോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആളുകളും ഇത് അസാധ്യം എന്നാണ് കരുതുന്നത്. എന്നെ പോലെ ഒരുത്തന് അത് സാധ്യമാവും. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പക്ഷെ എനിക്കത് സാധ്യമല്ല, പക്ഷെ നമുക്കത് സാധ്യമാണ്. ഒരു ടീം എന്ന് പറയുന്ന സങ്കല്പം വരുന്ന സമയത്ത് അത് സാധ്യമാണ്. അപ്പൊ ഒരു ടീം ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണ്? ഒരു ടീം ഉണ്ടാക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മാറേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്? ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ആഴത്തുള്ള ഒരു പഠനം നിങ്ങളിൽ ഇന്ന് നടക്കണം. ഫാമിലി ബോണസ് എന്ന് പറയുന്ന കേവലം ചിന്തയിൽ നമ്മൾ ഒതുങ്ങിപ്പോരുന്നു. അതിനപ്പുറത്തേക്ക് 160 കോടി എന്ന് പറയുന്ന ചിന്തയിലേക്ക് ഞാനും നിങ്ങൾ എത്തണം. കാരണം ആ 160 കോടിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ചിന്തയിൽ എത്തുമ്പോൾ മാത്രമേ ഒരു ടീം ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുള്ളൂ. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ജീനിയസ് സൈഡ്, വിന്നർ സൈഡ്, ക്രൈറ്റീരിയ വിൻ ചെയ്യുന്നു. പതിയെ നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്യുന്നു. ടീം 10 ആദ്യത്തെ ടീമിലെ 10 പേർ, ടീം 15 ആദ്യത്തെ 50 പേർ, ടീം 100 ആദ്യത്തെ 100 പേർ, ടീം 1000. ഈ ടീം 100 ആവുന്നത് വരെ ഒരു പരിധി വരെ നമ്മളുടെ കൺട്രോളിലായിരിക്കാം. ഒരു പരിധി വരെ. ടീം 1000 ആവുമ്പോഴേക്കും നമ്മളുടെ കയ്യിൽ നിന്ന്, നമ്മുടെ കൺട്രോളിൽ നിന്ന് ടീം വിട്ടുപോയിട്ടുണ്ടാവും. നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ ആഗ്രഹമുള്ള ഒരു പറ്റം ആളുകൾ അവിടെ വന്ന് നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ടാവും. അവരാണ് നമ്മുടെ ടീമിനെ മുന്നോട്ട് നയിക്കുന്നുണ്ടാവും.
അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പുറത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ടീം 100 ആക്കാൻ, ആ ടീം 100ലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, എന്റെ വീക്ക്നെസ് എന്താണ്, എന്റെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എവിടേക്കാണ് ഞാൻ മാറേണ്ടത്, ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ കാര്യങ്ങളാണ്, ഇപ്പോൾ ഞാൻ എത്ര സമയം ഈ ബിസിനസിന് വേണ്ടി മുതൽ മുടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിൽ പലരും തന്നെ 8,000, 10,000, 20,000 കിട്ടുന്ന ജോലിക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും 160 കോടി വാൻ ചെയ്യാൻ സാധിക്കുന്ന ഈ ബിസിനസ്സിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. അതിന് ഇത്രയ്ക്ക് മതി, അത് ഇത്രയ്ക്ക് മതി എന്നുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മളെ പലപ്പോഴും ഇപ്പൊ ഇങ്ങനെ ഈ രീതിയിലേക്ക് നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തികളും മാറേണ്ടത്, മാറ്റേണ്ടതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. നമ്മൾ ആരും കഴിവില്ലാത്തവരല്ല. അതായത് സയൻസ് പറയുന്നത് ഒട്ടേറെ കഴിവുകളായിട്ടാണ് ഓരോ വ്യക്തികളും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. പലപ്പോഴും നമ്മുടെ കഴിവുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആരാണെന്ന് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ഒരു പ്രസിദ്ധമായ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിലൂടെ ഞാൻ ആ കാര്യം നിങ്ങളെ വ്യക്തമാക്കി തരാം. നേപ്പാളിൽ സംഭവിച്ചൊരു കാര്യമാണ്. അവിടെ ഒരു ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് ഒരു ബുദ്ധ പ്രതിമയുണ്ട്. ആ ബുദ്ധ പ്രതിമ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. കാണുമ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ, അത് ആരും കാര്യമായി ശ്രദ്ധിക്കാറില്ല. വർഷങ്ങളായിട്ടുള്ളതാണ് പ്രതിമ. ഈ ക്ഷേത്രം നവീകരണത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ കമ്മിറ്റിക്കാര് ഈ ബുദ്ധ പ്രതിമ ഈ ക്ഷേത്രത്തിന്റെ ആ മുമ്പിൽ നിന്ന് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവര് അത് മാറ്റിവെക്കുകയുണ്ടായി. അപ്പോ ആ മാറ്റിവെക്കുന്നതിന്റെ ഇടയിൽ അതിന് ചെറിയ വിള്ളലുകളൊക്കെയും ആ പ്രതിമയിൽ രൂപപ്പെട്ടു. അപ്പൊ അന്ന് ശക്തമായ കാറ്റും മഴയ്ക്കുള്ള സമയമാണ്. അപ്പോ അതിന്റെ ആ പ്രതിമയുടെ സുരക്ഷയ്ക്കും ക്ഷേത്രത്തിന്റെ കാവലുമായിട്ട് അവിടെ വ്യക്തികൾ ഉണ്ടായിരുന്നു. ഒരു വ്യക്തി രാത്രി ഇടിമിന്നലിന്റെ വെളിച്ചത്തില് ആ പ്രതിമയുടെ ആ വിള്ളല് വന്ന ഭാഗത്ത് ഒരു തിളക്കം ശ്രദ്ധിച്ചു. അപ്പോഴാണ് ആളെ അടുത്ത് ഒന്നും കൂടെ പോയി നോക്കിയപ്പോ അതിന്റെ ഉള്ളില് എന്തോ തിളങ്ങുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. പതുക്കെ അദ്ദേഹം ആ ഉളി എടുത്തുകൊണ്ട്, ചിറ്റി എടുത്തുകൊണ്ട് ആ പ്രതിമയുടെ ആ വിള്ളലുള്ള ഭാഗത്ത് പതുക്കെ കൊത്താൻ തുടങ്ങി. അങ്ങനെ കൊത്തി തുടങ്ങിയപ്പോ ആ പുറമേയുള്ള പാളി, കളിമൺ പാളി മുഴുവൻ മാറി കുത്തി മാറ്റിയ സമയത്ത് അത് പൂർണ്ണമായ ഒരു സ്വർണ്ണ വിഗ്രഹമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ബുദ്ധ പ്രതിമയെ അവരുടെ ശത്രുരാജ്യങ്ങളുടെ ആക്രമണ സമയത്ത് ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സന്യാസിമാർ ആ സ്വർണ്ണ വിഗ്രഹം അല്ലെങ്കിൽ ഈ സ്വർണ്ണ ബുദ്ധന്റെ പ്രതിമ നഷ്ടപ്പെടാതിരിക്കാൻ കളിമണ്ണ് തേച്ച് അത് കളിമൺ പ്രതിമയാക്കി വെച്ചതാണ്. കളിമൺ പ്രതിമയായ സമയത്ത്, അത് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഇരുന്ന സമയത്ത് ആരും അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ കളിമണ്ണ് ചെത്തി കളഞ്ഞപ്പോൾ സ്വർണ്ണ വിഗ്രഹമായ സമയത്ത് അതിന് വാല്യൂ കൂടി എന്നുള്ളതാണ്. ഇവിടെ ഈ സ്റ്റോറി നമ്മളുമായിട്ട് വളരെയധികം ബന്ധം. നമ്മളെല്ലാവരും തന്നെ സ്വർണ്ണ വിഗ്രഹങ്ങളാണ്. പക്ഷേ നമ്മളുടെ നിരന്തരമായ സാഹചര്യം, നമ്മുടെ പഴയകാല ചെയ്തികൾ, പരാജയങ്ങൾ എല്ലാം പല രീതിയിൽ ഈ പറയുന്ന കളിമണ്ണിന്റെ രൂപത്തിൽ ചെളിയായി നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞു എന്നുള്ള. യഥാർത്ഥത്തിൽ സ്വർണ്ണ വിഗ്രഹമായിരിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളെയും ഇപ്പോ നമ്മൾ കളിമണ്ണ് പ്രതിമയുടെ രൂപത്തിൽ, ചെളിയുടെ രൂപത്തിലാണ് കാണുന്നത്. ഒന്നിനും കഴിവില്ലാത്ത ആളുകളായിട്ടാണ് നമ്മളെ തന്നെ വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ സ്വർണ്ണ വിഗ്രഹങ്ങളാണ്. ഇവിടെ നിങ്ങളുടെ ആ കളിമൺ പാളി, നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ചെളിയുടെ കളിമൺ പാളി ചെത്തി വൃത്തിയാക്കുന്ന പണിയാണ് ടുഡേ ക്യാമ്പിൽ നടക്കുന്നത്. ആ 2 ദിവസം കൊണ്ട് നിങ്ങളെ അവിടെ നിങ്ങളുടെ ശരീരത്തിലെ അഴുക്കുകളെ കൃത്യമായിട്ട് കാലാകാലങ്ങളായി നമ്മുടെ ശരീരത്തിൽ ഭവിച്ച ആ കളിമൺ പാളിയെ ചെത്തിക്കളഞ്ഞുകൊണ്ട് പൂർണ്ണമായ ഒരു സ്വർണ്ണ വിഗ്രഹമായി ടുഡേ ക്യാമ്പ് കൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറത്തേക്ക് വിടും. വാല്യൂ ഉള്ള വ്യക്തിയാക്കി നിങ്ങളെ മാറ്റും. ഓരോ വ്യക്തികളും വാല്യുബിൾ പേഴ്സൺ ആയിട്ട് മാറും. നിങ്ങളുടെ വാക്കിന്, നിങ്ങളുടെ പ്രവൃത്തിക്ക് എല്ലാം വാല്യൂ വരും.
അപ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവും. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നമ്മൾ ചെയ്യുന്നത് പണത്തിനപ്പുറം, ആരോഗ്യത്തിനപ്പുറം, പേഴ്സണാലിറ്റിക്ക് അപ്പുറം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ പൂർണ്ണമായ ഒരു സംതൃപ്തി കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ഒരു സംതൃപ്തി, നമുക്ക് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാവുന്നത്, അതാണ് മനുഷ്യന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ പ്രൊഫഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർണ്ണമായ സമാധാനത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും ഉപകാരപ്രദമായ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ മാത്രമേ കഴിയൂ. നിങ്ങൾ ഇന്ന് തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഓരോ വ്യക്തികളും നടത്തണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തുടക്കം മാത്രമാണ്. ഒരു 20 ടുഡേ ക്യാമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ ക്യാമ്പിൽ ഒരു പക്ഷേ പഠിതാവായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവും. രണ്ടാമത്തെ ക്യാമ്പില് നിങ്ങളുടെ കുറച്ച് വ്യക്തികളെ കൂടെ അവിടെ കൊണ്ടുവരുന്നുണ്ടാവും, ടീമിലെ മെമ്പേഴ്സ്. അങ്ങനെ കാലക്രമേണ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് വർദ്ധിക്കുന്നു. 5 or 10 ക്യാമ്പ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്വന്തം ടീമിന്റെ ടുഡേ ക്യാമ്പ് നടക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതാണ് വളർച്ച. സ്വാഭാവികമായിട്ടും അത്തരത്തിലേക്ക് ഒരു മാറ്റത്തിലേക്ക് നമ്മൾ എത്തണം. ഇപ്പോ നമ്മളെല്ലാവരും ബോഗികളാണ്. ഒരു ട്രെയിനിന്റെ എഞ്ചിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ബോഗികളാണ്. നിങ്ങൾ അവിടെ വരുന്നത് ബോഗിയായിട്ടായിരിക്കും, പക്ഷെ തിരിച്ചു പോകുന്നത് എഞ്ചിനായിട്ടായിരിക്കും. അടുത്ത ട്രെയിനിങ്ങില് ഒരുപാട് ബോഗികളെ കെട്ടിവലിച്ചു കൊണ്ടിരുന്ന എഞ്ചിനായിട്ടായിരിക്കും നമ്മൾ മാറുക. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആ ഒരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ, നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഒരിക്കലും ഈ പ്രോഗ്രാം മിസ് ചെയ്യരുത്. ഓരോ വ്യക്തികളും അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന്റെ ഭാഗമായ വിജയിക്കാനെടുത്ത നിങ്ങളുടെ തീരുമാനം യഥാർത്ഥമാണ്, ഉറച്ചതാണെങ്കിൽ ആ തീരുമാനം ഫലപ്രാപ്തിയിൽ എത്തിക്കുന്ന പ്രോഗ്രാമാണ്, ആദ്യത്തെ പ്രോഗ്രാമാണ് ടുഡേ ക്യാമ്പ്. ഈ ടുഡേ ക്യാമ്പ്, റെസിഡൻഷ്യൽ ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് കേരളക്കരെ ആകെ ഒരുമിച്ച്, കേരളത്തിന് പുറത്തുള്ളവരുണ്ടാവും. കേരള ഈ ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തില് ആ 2 ദിവസം അവിടെ ഒത്തുചേരുന്നതാണ്. ആ ദിവസം തീർച്ചയായും നമ്മുടെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ, ആനന്ദകരമായ ദിവസമാക്കി നമുക്ക് മാറ്റണം. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കുക, ഡ്രസ്സ് തയ്യാറാക്കി വെക്കുക, അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങുക. ആ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കമ്പനി നമ്മളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പുതിയ നമ്മുടെ അനൗൺസ്മെന്റ് നിങ്ങൾക്ക് അറിയാം, 50 lakh ക്ലബ്. ഏറ്റവും മികച്ച നമ്മുടെ കമ്പനിയുടെ ഒരു ഓഫറാണ്, നമുക്ക് തരുന്ന ഒരു ഓഫറാണ്. 50 ലക്ഷം ക്ലബിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ പെർമനന്റ് പൊസിഷനാണ്. എല്ലാ മാസവും കമ്പനിയുടെ ടോട്ടൽ റീപർച്ചേസ് പ്രോഫിറ്റിൽ നിന്ന് 25% റീപർച്ചേസുമായി ബന്ധപ്പെട്ട വോളിയം കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് 25% ആ പൂളിലേക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വാങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. എന്ന് നമ്മൾ അത് വാങ്ങും. ആ 50 lakh എന്ന് പറയുന്ന വരുമാനത്തിലേക്ക് നമ്മൾ ഇന്നെത്തും. ഓരോരുത്തരും അതിലേക്ക് ഫോക്കസ്ഡ് ആവണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയണം. ഞാനൊരു കോടീശ്വരനാണ്, എനിക്ക് മികച്ച ടീം ഉണ്ടാവും, ഞാൻ ടീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട ചേരുവകൾ അത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മളിൽ ഓരോ വ്യക്തികളിലും ഉണ്ടാവേണ്ട മാറ്റം, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ശക്തരാക്കി മാറ്റുന്ന, കറക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ടുഡേ ക്യാമ്പ് എന്ന് പറയുന്നത്. ടുഡേ ക്യാമ്പുകളാണ് വ്യക്തികളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. പാലക്കാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 2 ദിവസം നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ കൃത്യമായി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്.
എല്ലാവരും പാട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ. നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം വളരെ എനർജറ്റിക് ആക്കണം, ആഹ്ലാദപരമാക്കണം. ഇന്നലെ വരെ ഒന്ന് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടിയിരുന്ന വ്യക്തികൾ അവിടെ വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവരുള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പുറത്തേക്ക് വരും. മറ്റുള്ള ആളുകളോട് ഇടപഴകാനുള്ള മടി, ഒന്ന് പുഞ്ചിരിക്കാനുള്ള മടി, പുതിയ വ്യക്തികളെ പരിചയപ്പെടാനുള്ള മടി, ഇതൊക്കെ നമ്മുടെ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചേ പറ്റും. ഇത്തരത്തിൽ ടോട്ടലി നിങ്ങളെ കൺവെർട്ട് ചെയ്യുന്ന, നിങ്ങളെ പുതിയ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലെ, അതായത് കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, നിങ്ങളുടെ പുറമേയുള്ള ആ കളിമൺ പാളികളെ ചെത്തിവെടുപ്പാക്കി പൂർണ്ണമായ സ്വർണ്ണ വിഗ്രഹങ്ങളാക്കി നിങ്ങളെ മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പാലക്കാട് ടുഡേ ക്യാമ്പ്. നമ്മളെല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാണ്. എന്തായാലും ആ പ്രോഗ്രാം വൻ വിജയമായി ഇപ്പോൾ തന്നെ കഴിഞ്ഞു. അതിന്റെ ആരൊക്കെ എത്രമേൽ അത് ഉപയോഗപ്പെടുത്തും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരാണ് തീരുമാനിക്കുന്നത്. ഒരു ദിവസം മാറി നിൽക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ആ റിസ്ക് എടുക്കണം. ആ റിസ്ക് എടുക്കണം. ആ ഒരു റിസ്ക്, ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന കൊച്ചു കൊച്ചു റിസ്കുകളാണ് വലിയ വലിയ അച്ചീവ്മെന്റ്സ്. ബിസിനസ്സിൽ പറയുന്ന ഒരു വാചകമുണ്ട്, റിസ്ക് ഈക്വൽ ടു മണി. നമ്മളെടുക്കുന്ന റിസ്ക് ആണ് നമുക്ക് പണമായിട്ട് മാറുന്നത്, വരുമാനമായിട്ട് മാറുന്നത്. ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കോടീശ്വരനായിട്ട് മാറും? ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന രണ്ട് നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ താരങ്ങൾ, മമ്മൂട്ടി, മോഹൻലാൽ, അവരുടെ ഇന്റർവ്യൂകളും ട്രെയിനിങ്ങുകളും നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കുക. അവർ പറയുന്ന ഒരു വാചകമുണ്ട്, വീട്ടിലേക്ക് വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ അവർ 365 ദിവസം വീട്ടിൽ നിന്നുകൊണ്ടല്ല സിനിമ അഭിനയം നടത്തുന്നത്. വീട്ടിൽ ഉണ്ടാവുന്നത് വർഷത്തിൽ കേവലം 5-10 ദിവസം മാത്രമാണ്. വീട് വിട്ടിറങ്ങിയവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. വീട് വിട്ടിറങ്ങിയവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഒരു കോടീശ്വരനാവാൻ, ഒരു കോടീശ്വരിയാവാൻ ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. എനിക്കുള്ളതൊക്കെ മതി, ഞാൻ ഉള്ളോട്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം. മാസത്തിൽ 2 ഫാമിലി ബോണസ് വാങ്ങിച്ച് 1-ാം തീയതി 30-ാം തീയതി ഇങ്ങനെ കൂട്ടി വലിച്ച് മുട്ടിച്ച് വിധിനെ കുറ്റം പറഞ്ഞ് നമ്മളെ തന്നെ പഴിച്ച്, രക്ഷിതാക്കളെ പഴിച്ച്, നാടിനെ പഴിച്ച്, ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളാവും നമ്മൾ. ഭാഗ്യം നമുക്ക് ഉണ്ടാവും, അതിനുവേണ്ട തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയാൽ, പരിശ്രമം നടത്തിയാൽ. പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഭാഗ്യം അനുഗ്രഹിക്കൂ. തീരുമാനമെടുക്കുന്നവരെ മാത്രമേ ഭാഗ്യം അനുഗ്രഹിക്കൂ. ആ ഭാഗ്യം നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവും. ഈ ടുഡേ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കോടീശ്വര പദവിയിലേക്ക് എത്തിക്കാനുള്ള, കഴിവുള്ള വ്യക്തിയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ എടുക്കണം. റിസ്ക് ഉണ്ടാവും ചില വ്യക്തികളെ സംഭവിച്ചിടത്തോളം. ആ റിസ്ക് ആണ് നമ്മുടെ ജീവിതത്തിൽ അച്ചീവ്മെന്റ് ആയിട്ട് മാറുന്നത്. ആ അച്ചീവ്മെന്റിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. ഓരോ വ്യക്തികളും ടീമായിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ടീമായിട്ട് ഒരുമിച്ച് ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുന്നു. 2 ദിവസം നമ്മുടെ ടീമംഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നു. എന്ത് രസകരമാണ് ആ അനുഭവം. തീർച്ചയായിട്ടും ആ ഒരു ത്രില്ലിംഗ് മൊമെന്റ്സ് ആണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വരുന്ന ഓരോ വ്യക്തികളും ആ ഒരു പോസിറ്റീവായ മൈൻഡ് സെറ്റോട് കൂടി അവിടെ അതിനെ 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് അത് മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ വീട് വിട്ടിറങ്ങാൻ നിങ്ങളൊന്ന് തയ്യാറാവും. നമുക്കുള്ളത് വലിയ ലക്ഷ്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ 160 കോടിയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തില്, നിങ്ങളുടെ വാർഡിൽ മാത്രം, എന്റെ അമ്മാവനും അമ്മായിയും
മാത്രം ഈ ബിസിനസ് കടന്നു വന്നാൽ പോരാ. ഭാഷ അറിയാത്ത ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ അവര് നമ്മുടെ ടീമിലേക്ക് വരുന്നൊരു സമയം വരും. അവരെ നമ്മൾ അട്രാക്ട് ചെയ്യണം. ഇങ്ങനെ പറയും, ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തില് അബണ്ടൻസ് ഉണ്ട്, സമൃദ്ധി ഉണ്ട്. സമൃദ്ധി മാത്രമേ ഉള്ളൂ. ആ സമൃദ്ധിയെ നമ്മളിലായിട്ട് അട്രാക്ട് ചെയ്യണം. അവിടെ സ്വാഭാവികമായിട്ടും ആ അട്രാക്ഷൻ നമ്മളിലേക്ക് സംഭവിക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്നത് നമുക്ക് ആഗ്രഹമുള്ള കാഴ്ചകളാണ്. യഥാർത്ഥ കാഴ്ചയല്ല നമ്മൾ കാണുന്നത്. നമുക്ക് ആഗ്രഹമുള്ള നമ്മൾ കാണാറ്. ആ കാഴ്ച നമ്മൾ ബോധ മനസ്സ് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വീട് പണിയാന്ന് വിചാരിക്കും. വീട് പണിയുടെ കാലാണെങ്കിൽ നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വീടുകൾ മാത്രം കാണും. ഒരു കാറ് വാങ്ങാമെന്ന് തീരുമാനിച്ചാൽ ഇന്ന വണ്ടിയുടെ ബ്രാൻഡ് ആണെങ്കിൽ ആ വണ്ടിയായിരിക്കും റോഡിൽ അധികം കാണും. അത് നമ്മുടെ മനസ്സ് കാണുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കോടീശ്വര പദവിയിലെ ആ മനസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്തിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ മാറ്റം ഉണ്ടാവാൻ, വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ എന്നിൽ മാറ്റം സംഭവിക്കുകയുള്ളൂ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അടി തുടങ്ങിയിട്ടില്ല, വടി ഒടിക്കാൻ പോയിട്ടുള്ളൂ. അടി തുടങ്ങിയിട്ടില്ല, വടി ഒടിക്കാൻ പോയിട്ടുള്ളൂ. നമ്മൾ തിങ്കളും ചൊവ്വയും അവിടെ നമ്മള് അടിയോടടിയാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ കേരളത്തില് വലിയൊരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാണ്. ഈ ബയോട്ടോറിയത്തിന്റെ ചുണക്കുട്ടികൾ കേരളക്കര കീഴടക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ടീമായി, ഏറ്റവും കൂടുതൽ ബിസിനസ് കൊടുക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് കേരളത്തിൽ ഈ ബയോട്ടോറിയം മാറ്റപ്പെടും. ആ ദിവസങ്ങൾ വിദൂരമല്ല. തീർച്ചയായിട്ടും ഇന്ന് 13 സ്ഥാനത്താണ് നമ്മുടെ കമ്പനിയെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് കമ്പനി എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ടീമായിരിക്കും കേരള ഈ ബയോട്ടോറിയം കമ്പനിക്ക്. ധൈര്യമായി മുന്നോട്ട് വരും. ഓരോ വ്യക്തികളും ശക്തമായ തീരുമാനങ്ങൾ മുന്നോട്ട് വരും. നമുക്ക് ഒരുമിച്ച് ഒന്നായിട്ട് മുന്നോട്ട് പോകാം. കാരണം നമ്മളുള്ളത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്താണ്. ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളുടെ കൂടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സക്സസ് സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നലെകളുടെ തോൽവികളെ, നമ്മളെ കുറ്റം പറഞ്ഞ ആളുകളുടെ, മാറ്റി നിർത്തിയ ആളുകൾ, നമ്മൾ കഴിവില്ല എന്ന് പറഞ്ഞ ആളുകളോട് മുന്നില് നമുക്കൊന്ന് ജയിച്ച് കാണിക്കണ്ടേ? നമുക്കൊന്ന് വിജയിച്ച് കാണിക്കണ്ടേ? തീർച്ചയായും അതിന് നിങ്ങൾ തയ്യാറെടുക്കും. ആ തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് ടുഡേ ക്യാമ്പ്. ആ 2 ദിവസം നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കപ്പെടും. ഓരോ വ്യക്തികളും മാക്സിമം നിങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിനെ കൃത്യമായി പങ്കെടുക്കേണ്ട ആളുകളെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ നിർബന്ധപൂർവ്വം ആ പ്രോഗ്രാമിൽ എത്തിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ഇതിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ, എന്നെ ഡയറക്ട് സെല്ലിംഗിൽ ഞാനാക്കി മാറ്റിയത്, എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിരന്തരമായ ട്രെയിനിങ്ങും പ്രോഗ്രാമാണ്. നിങ്ങളെക്കാൾ മോശം അവസ്ഥയിൽ സംസാരിക്കാൻ അറിയാത്ത, മറ്റാളുകളെ ഫേസ് ചെയ്യാൻ മടിയുള്ള വ്യക്തിയായിരുന്ന ഞാൻ ഇന്ന് ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റം എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡയറക്ട് സെല്ലിങ്ങിന്റെ പവറാണ്, ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ പവറാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സുഹൃത്തുക്കളെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് മാറണോ, മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നേട്ടമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അതിന് ഒരു തുടക്കം കുറിക്കേണ്ടതുണ്ട്. ഈ 2026 ഫെബ്രുവരിയിൽ 24, 25 ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആ മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നിങ്ങളുടെ സ്വർണ്ണ വിഗ്രഹമായിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ അഴുക്കിനെ, കളിമൺ പാളികളെ കൃത്യമായി ചെത്തിക്കളഞ്ഞുകൊണ്ട് പൂർണ്ണമായ സ്വർണ്ണ വിഗ്രഹമായി നാട്ടുകാർ ബഹുമാനിക്കുന്ന, നിങ്ങൾക്ക് നിങ്ങളോട് മതിപ്പ് തോന്നുന്ന ദിവസങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ്. അതിനായി തയ്യാറെടുക്കുക. എല്ലാവരും വലിയ വിജയത്തിലേക്ക് കോടീശ്വര പദവിയിലേക്ക് 160 കോടി എന്ന് പറയുന്ന വർഷത്തിൽ 160 കോടി എന്ന് പറയുന്ന ആ വലിയ പ്ലാനിലേക്ക് മാനസികമായി തയ്യാറെടുക്കുക. അതിനുവേണ്ടി നമുക്കൊരു ആൾക്കൂട്ടമാവാതെ ഒരു ടീമായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടെ ടുഡേ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വലിയ രീതിയിൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ആരോഗ്യവും സമ്പത്തും നിങ്ങൾ ദൈവം നിറയെ ചൊരിയട്ടെ എന്ന് മാത്രം
പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ് ഇ ബയോട്ടോറിക്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. വരുന്ന 2 ദിവസങ്ങൾക്ക് ശേഷം 24, 25 തീയതികളിൽ നമ്മൾ നമ്മുടെ 2 ഡേയ്സ് ക്യാമ്പിലേക്ക്, ട്രെയിനിങ്ങിലേക്ക് നമ്മൾ പങ്കെടുക്കുകയാണ്. എന്നാൽ ആ 2 ഡേയ്സ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു അഡ്വാൻസ് ട്രെയിനിങ് ആണ് ഇന്നിപ്പോ കഴിഞ്ഞ 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൃത്യമായും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും അന്നത്തെ ആ പ്രോഗ്രാമിൽ ഉണ്ടാവും എന്ന് കരുതുകയാണ്. കാരണം ഇപ്പോ കിട്ടിയ ഈ ഒരു ട്രെയിനിങ് സാർ പറഞ്ഞാൽ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഈ അടി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അത് കാണാൻ പോണ പോലും പറഞ്ഞല്ല, നമുക്ക് അനുഭവിച്ചു തന്നെ അറിയാം എന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവർ പറയാനുള്ളത്. അതുകൊണ്ട് 24, 25 ദിവസം നമ്മുടെ ഫസ്റ്റ് ട്രെയിനിങ് ആണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് ആ ട്രെയിനിങ്ങോടെ കിട്ടും എന്നുള്ള കാര്യം ഇതിനോടെ നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും അത് മിസ്സാക്കാതെ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ടീമിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇനിയുമുള്ള ദിവസങ്ങളിൽ അത് ബുക്ക് ചെയ്യാൻ ഇതുവരെ സഹായിക്കാത്തവർ ബുക്ക് ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാമിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കണം. ആ പ്രോഗ്രാം വൻ വിജയത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് അതിന്റെ സീറ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ള നിലയ്ക്കാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാലും പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡേഴ്സ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൽ കയറാനുള്ള അവസരം നമുക്ക് ഇനിയും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ആകെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ KBCയുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള, KBCയുടെ ചെയർമാൻ ആയിട്ടുള്ള പ്രിയപ്പെട്ട മനോജ് സാറാണ്. സാറ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സൂം വൈൻഡപ്പ് ചെയ്ത് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനോജ് സാറിനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സാർ താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയ്മാൻ സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് സാറാണ് നമ്മളോട് സംവദിച്ചത്. ട്രെയിനിങ്ങിന്റെ സാധ്യതയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഡയറക്ട് സെല്ലിംഗിൽ ട്രെയിനിങ് എത്രമാത്രം പ്രാധാന്യമുണ്ട്, അത് പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം, 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മളെ എത്രമാത്രം മാറ്റിമറിക്കുമെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. സാധാരണ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് വരികയും മറ്റ് ജോലി ചെയ്യുന്നതിന്റെ ഇടയിലൂടെ പാർട്ട് ടൈം ആയിട്ട് അദ്ദേഹം ആ ബിസിനസ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോ അദ്ദേഹത്തെ നിർബന്ധിച്ച് അന്നത്തെ അദ്ദേഹത്തിന്റെ അപ്ലൈ ലീഡർ ഒരു RTPയിൽ പങ്കെടുപ്പിച്ചതിന് ശേഷമാണ് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നും എന്താണ് ഈ മഹാസാഗരം എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും പിന്നീട് അങ്ങോട്ട് തന്റെ ജോലികളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഫുൾ ടൈം ലീഡറായി മാറാനുള്ള പ്രചോദനം കിട്ടിയത് അദ്ദേഹത്തിന് ആ 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലാണെന്ന് പലപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ലൈഫ് ചേഞ്ച് തുടങ്ങുന്നത്. ചെറിയൊരു വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തി ഇന്ന് നല്ലൊരു വീട് പണിയാനും സ്വന്തമായിട്ട് കാർ മെയിൻറ്റെയിൻ ചെയ്യാനും അടിപൊളി ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോകാനും നല്ല രീതിയിലുള്ള കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളൊരു ലീഡറായിട്ട് മാറുമ്പോഴാണ് നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മുടെ ടീമിനെ നയിക്കണമെങ്കിൽ നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് വരണം. അപ്പൊ ലീഡർഷിപ്പിലേക്ക് വരണമെങ്കിൽ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നും എന്താണ് ഇതിന്റെ സാധ്യതകളെന്നും ഇതെങ്ങനെ ടീം ബിൽഡ് ചെയ്യണമെന്നും, ടീമാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. അതാണ് സുരേഷ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ ടീം എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും, ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്, നശിപ്പിക്കാൻ വെറും 2 വാക്ക് മതി. മനസ്സിലായില്ലേ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷനാണ് എല്ലാത്തിനെയും വളർത്തുന്നതും എല്ലാത്തിനെയും തകർക്കുന്നതും. അപ്പോ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് അവിടെ പഠിപ്പിക്കും. അത് കൃത്യമായിട്ടുള്ള വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ദിശാബോധം നൽകുന്ന രീതിയിൽ അവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ പറയുന്ന ഈ 161 കോടി ഇല്ല, 1 കോടി രൂപ മദർ പ്ലാനിലും 160 കോടി രൂപ റീപർച്ചേസിലും ഇതൊക്കെ കിട്ടുമോ എന്ന് ഇപ്പൊ ഇങ്ങനെ ആലോചിച്ച് താടിക്ക് കൈയൊക്കെ കൊടുത്തത് നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും. എന്നാൽ ഇത് നടക്കും, ഇത് നേടാൻ പറ്റുമെന്ന് നിങ്ങളിലേക്ക് കൊടുക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ 1 കോടി രൂപ 1 വർഷം കൊണ്ട് നേടാൻ പറ്റുമോ എന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ. അതിനകത്ത് മാനസികമായിട്ട് തയ്യാറായപ്പോ എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തപ്പോ 10 മാസം കൊണ്ട് 1 കോടി നേടാൻ സാധിച്ചത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ 160 കോടി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അതും നമുക്ക് നേടാൻ സാധിക്കും. മനസ്സിലായില്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പലരും ഇല്ലേ പിറകെ നടന്നപ്പോഴും പ്രവർത്തിച്ചപ്പോഴും സാധിക്കാതെ മടങ്ങി വന്നപ്പോഴും ഇല്ലേ 10
ഡാൻസിങ് ഹിലാരിയും 18ാമത്തെ തവണ പോലും എവറസ്റ്റ് കീഴടക്കാൻ പോയിട്ട് കുറച്ചും കൂടി ബാക്കി വെച്ചിട്ട് ഇറങ്ങി വരേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ 19ാമത്തെ തവണയാണെന്ന് എന്റെ ഓർമ്മ ഇല്ലേ, അത് കീഴടക്കിയിട്ടുണ്ട്. മനുഷ്യൻ എന്ത് വിചാരിച്ചിട്ടുണ്ടോ അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. മനുഷ്യ മനസ്സ് വിചാരിച്ചാൽ നേടിയെടുക്കാൻ പറ്റാത്ത ഈ ലോകത്തൊന്നുമില്ല അല്ലെ. ശൂന്യാകാശത്തേക്ക് ഇന്ന് ടൂർ പോകുന്ന മനുഷ്യനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇല്ലേ? ആ രീതിയിലേക്ക് വളർന്നിരിക്കുന്നു നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് 160 കോടി എന്ന് പറയുന്നത് ഇവിടെ ഒന്നുമല്ല. വിചാരിച്ചാൽ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു മൈൻഡ് വൈബ്രേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. എനിക്ക് സാധിക്കും, ഞാൻ അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് 160 കോടിയെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണമെങ്കിൽ ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം, എന്നാലേ പറ്റുള്ളൂ ഇതൊക്കെ. ആ ട്രെയിനിങ്ങിലൂടെ നമ്മൾ വേറൊരു മനുഷ്യനായിട്ട് മാറും, വേറൊരു ലീഡറായിട്ട് മാറും. നമ്മുടെ ടീമിനെ നയിക്കാൻ പറ്റുന്ന പക്വതയും അറിവും നോളജും കഴിവും തന്റെ ഇടവുമുള്ള ഒരു ലീഡേഴ്സിനെയാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയവും വേണ്ട. ആ പ്രോഗ്രാമിൽ നമ്മുടെ സിസ്റ്റം ആരംഭിക്കുകയാണ്. ഈ സിസ്റ്റത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കാൻ തയ്യാറുണ്ടോ? ഒറ്റ ചോദ്യമുള്ളൂ. സിസ്റ്റമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. ഒരാളുടെ ഒറ്റക്കുള്ള കഴിവ് കൊണ്ട് ഡയറക്ട് സെല്ലിംഗിൽ ഇന്ന് വരെയും ഒരാൾ വിജയിച്ചിട്ടില്ല, ഒരാളും വിജയിച്ചിട്ടില്ല. ടീമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ആ ടീമിനെ നമ്മൾ ചേർത്ത് കൊണ്ടുപോകണം. ഒരു മാലയിലെ പൂക്കളെ പോലെ ഒരു പൂ ഉണ്ടായ മാലയാകില്ല, 10 പൂക്കളുണ്ടായാലും മാലയാവില്ല അല്ലെ. നിരവധി പൂക്കളെ ചേർത്ത് നിർത്തി മനോഹരമായി നമ്മൾ മാല കെട്ടുന്നത് പോലെ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായ ഒരു ടീമിനെ നയിക്കുമ്പോഴാണ് നമ്മൾ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് മാറുന്നത്. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. കാരണം ഇന്ത്യയിൽ 150 കോടിയിലധികം ആളുകളുണ്ട്. ഇവിടെ വെറും 40 ലക്ഷത്തിൽ താഴെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്നും ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ളൂ എന്റെ പറ്റുന്ന സുഹൃത്തുക്കളെ. ഇനിയും ഇവിടെ കളങ്കാലിയാണ്. ഇത് തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ, ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. സാഗർ സാറിന്റെ ഭാഷയിൽ പറഞ്ഞ പിക്ചർ അബീബി ബാക്കി ഹേ, മനസ്സിലായ? ഇപ്പോഴും റിഹേഴ്സൽ മാത്രമേ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. ഇനി കുറച്ച് സീറ്റുകളുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങളുടെ ലീഡേഴ്സ് ആയിട്ട് ബന്ധപ്പെടുക. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ് പ്രോഗ്രാം. ദൂരെയുള്ളവർ തിങ്കളാഴ്ച വന്ന താമസ സൗകര്യവും ഭക്ഷണവും ഫ്രീ ആയിട്ടുണ്ടാവും. അതിന് പൈസ കൊടുക്കണ്ട. നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കണം എല്ലാവരും. ടൂർ പോകും പോലെ 11 മണിക്കും 12 മണിക്കും ആരും വരണ്ട. അങ്ങനെ ബുദ്ധിമുട്ട് ആളുകൾ ഉള്ള വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിങ് സമയം മുതൽ അത് അവസാനിക്കുന്നവരെ വാച്ച് നോക്കാതെ അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വാച്ച് നോക്കുന്നത് പണിക്കാരാണ്, പണക്കാർ വാച്ച് നോക്കൂല. സമയമായെന്നുണ്ട്. നമുക്കറിയാം, ഒരു വീട്ടിലേക്ക് ഒരു പണിക്ക് വിളിച്ച് 5 മണി എന്ന് പറയുമ്പോൾ അല്ലെ, തുമ്പ എടുത്തിട്ടില്ല 4 മണി, അത്ര മണി തുമ്പയൊക്കെ എടുത്ത് കഴുകി വെച്ച് റെഡിയായി നിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് സമയം നോക്കണ്ട സുഹൃത്തുക്കളെ. നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തണം. നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കണം പ്രോഗ്രാമിലേക്ക്. അങ്ങനെ ഇത് ഹൃദയത്തിലേക്ക് ഇതിൽ ലയിച്ചു ചേരണം. നിങ്ങൾ ബയോട്ടോറിയത്തിൽ ആരൊക്കെ ലയിച്ചു ചേർന്നിട്ടുണ്ടോ അവർക്ക് മാത്രമേ ഇതിനകത്ത് അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. എല്ലാവരും ആ പ്രോഗ്രാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പങ്കെടുക്കുന്നതല്ല കാര്യം, നിങ്ങളുടെ ടീമിലുള്ള ആളുകളെയും കൂടി പങ്കെടുപ്പിക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ സുരേഷ് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും ഒരു കമ്പാർട്ട്മെന്റ് കയറി ഇരിക്കുന്ന യാത്രക്കാരായിട്ട് മാറാതെ ഇല്ലേ. ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താ പണി? നിങ്ങൾ ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ എന്താ സംഭവം? കിടന്നുറങ്ങലാണ് അല്ലെ. കുറച്ച് കഴിയുമ്പോൾ നല്ല ഉറക്കായിരിക്കും. ഉറങ്ങി അടുത്തിരിക്കുന്ന ആളുടെ തലയിലേക്കും ഇല്ലേ നേരത്തെ അയാളിങ്ങനെ പിടിച്ചു തള്ളുമ്പോഴേ നമ്മൾ അറിയാം ഇല്ലേ. അങ്ങനെ കിടന്നുറങ്ങുന്ന കാഴ്ചക്കാരായി മാറാതെ ഒരു ബസ് ഡ്രൈവറിന്റെ ഇല്ലേ മനോഭാവത്തോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീമിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ എഞ്ചിനുകളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം. മനസ്സിലായ? ഇതുകൊണ്ടാണ് വിജയിക്കാതെ പോകുന്നത്. ഒരു ബസ് കയറി കഴിഞ്ഞാൽ ബസ്സിലെ യാത്രക്കാരനെ പോലെ നിങ്ങൾ കിടന്നുറങ്ങിയ അവിടെ നിങ്ങളുടെ അപ്ലൈൻ ലീഡർ ചെയ്തോട്ടെ, അല്ലെങ്കിൽ മറ്റവൻ ചെയ്തോട്ടെ, ഇവൻ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കണം. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടാണ് മുന്നോട്ട് പോകണം. ആ ബസ് ഡ്രൈവറുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനകത്തിരിക്കുന്ന 40-50 പേരുടെ ജീവൻ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതി അല്ലെ? ഒരു സെക്കൻഡ് ഒന്ന് മനസ്സ് മാറിപ്പോയാൽ, ശ്രദ്ധ മാറിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാം തവിട് പൊടിയാവും, മാംസകഷ്ണങ്ങളായി മാറും അതിനകത്തിരിക്കുന്ന ആളുകൾ അല്ലെ. അതുപോലെയുള്ള ഉത്തരവാദിത്വം നമുക്ക് വേണം. നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വന്ന ടീം മെമ്പേഴ്സിന് ഓരോരുത്തരെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണിത്. പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഞാൻ ഇത് വീണ്ടും ആവർത്തിക്കുന്നു. പാളം തെറ്റിപ്പോകരുത്. പാളം തെറ്റിപ്പോയാൽ ട്രെയിൻ മറിയും. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ മനസ്സ് മാറാതെ ബയോട്ടോറിയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഒരു സംശയവും വേണ്ട. 5 വർഷം കഴിഞ്ഞോട്ടെ ഇവിടെ 100 കണക്കിന് ആളുകൾ ഈ പറയുന്ന 160 കോടിയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പാളം തെറ്റിപ്പോകുന്ന പലരും ഉണ്ട്. അതിലേക്കും ഇതിലേക്കും ഫണ്ട് കമ്പനിയിലേക്കും മറ്റു പരിപാടിയിലേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലെ. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ഫോക്കസ് യുവർ ഗോൾ, സെറ്റ് യുവർ ഗോൾ, യു ആർ ദ വിന്നേഴ്സ് അല്ലെ. നിങ്ങൾ ഓരോരുത്തരും വിന്നേഴ്സ് ആണെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പ്രോഗ്രാമിലേക്ക് എത്താൻ വേണ്ടി ഒരിക്കലും എല്ലാവർക്കും
ആശംസകൾ നേരുന്നു. അതിലുള്ള മനസ്സും ഊർജവും ശക്തിയും നിങ്ങൾക്ക് ഈശ്വരൻ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. ഇന്ന് നമ്മുടെ ആലപ്പുഴ BOP ആണ്. ആലപ്പുഴ BOP സംബന്ധിച്ചുള്ള നമുക്കറിയാം, കുറച്ച് നാളായിട്ട് നമ്മൾ ആലപ്പുഴയിൽ പ്രോഗ്രാം നടത്തിയിട്ടില്ല. കോട്ടയത്ത് ഉണ്ടായിരുന്ന പ്രോഗ്രാം, കൊട്ടാരക്കര പ്രോഗ്രാം ഉണ്ട്, അടൂർ പ്രോഗ്രാം ഉണ്ട്, അങ്ങോട്ടൊക്കെ പ്രോഗ്രാം ഉണ്ട്. ആ ആലപ്പുഴ ബേസ് ചെയ്തിട്ടുള്ള ഒരു BOP ഇന്ന് നടക്കുകയാണ്. മുഴുവൻ ലീഡേഴ്സും ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തണം. നമ്മൾ കഴിഞ്ഞ കോർ കമ്മിറ്റിയിൽ തീരുമാനിച്ചതുപോലെ മുഴുവൻ ലീഡേഴ്സ് 2 മണിക്ക്, അതുകൊണ്ടാണ് 2 മണിക്ക് വെച്ചിരിക്കുന്നത്. ഒരു മെഗാ പ്രോഗ്രാം ആയിരിക്കും. ഹാള് നിറഞ്ഞ് കവിയുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആക്കി മാറ്റണം. ഇനി റെഗുലർ ആയിട്ട് നമുക്ക് ആലപ്പുഴയിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടാകുന്ന ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രോഗ്രാമിന് യാതൊരു കുറവുമില്ല, ഒരു സംശയം വേണ്ട. റീപർച്ചേസ് ഒക്കെ ഇതിന് അങ്ങ് വരാൻ വേണ്ടി വേണം. നമുക്ക് റീപർച്ചേസ് ഇന്നലെ ഞാൻ സാഗർ സാറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോളൂ, മാർച്ച് ഏപ്രിൽ മുതൽ റീപർച്ചേസ് നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലെ നിരവധി ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന്റെ ഭാഗമായിട്ട് ടീം ബിൽഡിംഗ് ശക്തമായിട്ട് നടക്കുന്നത് BOP സെന്ററുകളിൽ വെച്ചിട്ടാണ്. BOP സെന്ററുകളിലേക്ക് പുതിയൊരു കസ്റ്റമറെ കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു ഇതിന്റെ ആവേശം ഉണ്ടാകും, ഇല്ലേ? ഇതിനകത്ത് നിന്ന് എനിക്കും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്ന ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സെന്ററാണ് BOP സെന്റർ എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. ഓരോ ലീഡേഴ്സും പരമാവധി ഗസ്റ്റുകളുമായിട്ട് വരിക. ഗസ്റ്റുകൾ ഇല്ലെങ്കിൽ പോലും ആ പ്രദേശത്തിലെ എല്ലാ ലീഡേഴ്സും ആ പ്രോഗ്രാമിലേക്ക് എത്തണം. പ്രിയപ്പെട്ട വിനോദ് സാറാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ക്ലാസ്. അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അല്ലേ? അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ആ പ്രോഗ്രാം സെന്ററിൽ എത്തുക. ഇന്ന് ആലപ്പുഴ BOP സെന്ററിൽ കുറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അവിടെ വെച്ച് സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ ആ പ്രോഗ്രാമിൽ എത്തുകയാണെന്ന് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ കളം കാലിയാണ് സുഹൃത്തുക്കളെ. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഇന്ന് കേരളത്തിലില്ല. അയട്ടോറിയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ് പയോട്ടോറിയം. ഒരു സംശയവും വേണ്ട. വലിയ വലിയ അച്ചീവ്മെന്റ്സ് നമ്മൾ കൊണ്ടുവന്ന ടീം മെമ്പേഴ്സിന്, അവരുടെ അസോസിയേറ്റ്സിന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഊർജവും ആവേശവും ശക്തിയും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. Thank you very much. Have a nice day.